നടിയാക്രമണ കേസിലെ മുഖ്യപ്രതി പൾസർ സുനിക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. നടിയാക്രമണ കേസിൽ അപ്പീലിൽ വിധി വരുന്നതുവരെയും ശിക്ഷ മരവിപ്പിക്കേണ്ട അസാധാരണ സാഹചര്യമില്ലെന്നാണ് നിരീക്ഷണം. ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ബെഞ്ചിൻ്റെതാണ് വിധി. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, എന്തായാലും വലിയ തിരിച്ചടി തന്നെയാണ് പൾസർ സുനിക്ക് ഉണ്ടായിരിക്കുന്നത്, ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. എന്താണ് കോടതി വ്യക്തമാക്കുന്നത് അയാളുടെ ഹർജിയിൽ? പ്രധാനമായിട്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ പ്രീ ട്രയൽ സമയത്തുള്ള കുറ്റം തെളിയുന്നതുവരെ ശിക്ഷ നിരപരാധിയായി തുടരുന്ന സാഹചര്യം അത് പൾസർ സുനിക്ക് ആനുകൂല്യം ലഭിക്കാനുള്ള സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. പ്രത്യേകിച്ചും വിചാരണ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, നടിയുടെ വസ്ത്രത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള DNA അടക്കമുള്ള സാമ്പിളുകൾ, തെളിവുകൾ, പൾസർ സുനിക്ക് എതിരായി ശാസ്ത്രീയ തെളിവുകൾ, അത് പൾസർ സുനി കുറ്റക്കാരനാണ് എന്ന് തെളിയുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അത് മാത്രമല്ല, ഇത് സമൂഹത്തിന് അങ്ങേയറ്റം അപജയമുണ്ടാക്കിയ ഒരു കേസ് കൂടി ാണെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് കെ ജയകുമാറിന്റെയും അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. അതുകൊണ്ട് തന്നെ പൾസർ സുനിക്ക് ഇതോടുകൂടി, അതായത് ഈ അപ്പീൽ പരിഗണിക്കുന്നത് വരെ ശിക്ഷാവിധി മരവിപ്പിക്കണം എന്നുള്ള ആവശ്യം കോടതി തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ജസ്റ്റിസ് എ വിജയരാഘവന്റെയും ജസ്റ്റിസ് കെ വി ജയകുമാറിന്റെയും ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചിട്ടുള്ളത്. എന്തായാലും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതി നൽകിയിരിക്കുന്ന ശിക്ഷാവിധി കുറഞ്ഞുപോയി. കുറ്റക്കാർക്കെതിരെ 6 പ്രതികൾക്കെതിരെ 20 വർഷം കഠിന തടവാണ് കോടതി വിധിച്ചത്. അത് കേസിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ്. അത് കൂട്ടണമെന്നാവശ്യപ്പെട്ടും മാത്രമല്ല ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ട് നടപടിയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നിലനിൽക്കുന്നത്. ആ അപ്പീൽ പരിഗണിക്കുന്നത് വരെയുള്ള കാരണം ചൂണ്ടിക്കാട്ടിയത്. അതായത് ആ അപ്പീൽ പരിഗണിക്കുന്നത് വരെ താൻ കുറ്റക്കാരനല്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് പൾസർ സുനി കൈക്കൊണ്ടത്. അത് മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് 8 വർഷമാണ് താൻ ജയിലിൽ കിടന്നത്. സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് തനിക്ക് ഈ കേസിൽ ജാമ്യം ലഭിച്ചത്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിഗണിക്കണമെന്ന് ഹൈക്കോടതിയിൽ ഈ ഹർജി നൽകുമ്പോൾ പൾസർ സുനി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ വിചാരണ കോടതി ഇവിടെ പൾസർ സുനി 1-ാം പ്രതിയാണ്. കേസിലെ വിചാരണ കോടതി ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരുന്നുവെന്ന് തന്നെ കോടതി മുന്നോട്ട് പറയുന്നു. അത് മാത്രമല്ല, സമൂഹത്തിന് അങ്ങേയറ്റം അപജയമുണ്ടാക്കിയ കേസ്, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഏത് നടപടി, അതായത് ശിക്ഷാവിധി മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏത് നടപടിയുമായി കോടതി മുന്നോട്ട് പോയാലും അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയ ഒരു പ്രതിയെ ഇളവ് നൽകുന്നത് പോലെയാകുമെന്നാണ് കോടതിയുടെ നിരീക്ഷണം. അങ്ങേയറ്റം ഹീനമായ കുറ്റകൃത്യമാണ് നടത്തിയതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. അത് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് കോടതി ഈ കാര്യത്തിൽ ഇത്തരത്തിലൊരു അന്തിമ തീരുമാനം എടുത്തിട്ടുള്ളതെന്ന് അപ്പീൽ പരിഗണിച്ചിട്ടില്ല. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോടതി ചൂണ്ടിക്കാട്ടിയത്, ഈ അപ്പീൽ പരിഗണിക്കുന്നത് നേരത്തെ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചിരുന്ന കാലഘട്ടം പൾസർ സുനിക്കുണ്ടായിരുന്നു. അതായത് പൾസർ സുനി ജാമ്യത്തിലായിരുന്ന സമയത്ത് മറ്റ് ഹോട്ടലിൽ അടിപിടി കേസുകൾ നടത്തുകയും അതിൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച സാഹചര്യമുണ്ട്. 11 ക്രിമിനൽ കേസുകളാണ് പൾസർ സുനിക്കെതിരെ, ഇതല്ലാതെ മറ്റ് കേസുകൾ നിലവിലുള്ളത്. മറ്റൊരാളുമായി പണം വാങ്ങി ഒരു സ്ത്രീയെ ലൈംഗികമായി പൾസർ സുനിക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സ്പോട്ട് ലൈവിൽ പോകുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.